അഹിമാരെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ച് പല വീഡിയോകളും ചെയ്തല്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് പ്രതികരണങ്ങൾ വന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു ശൈലി, എന്തൊരു വിനയം, വളരെ മാന്യമായി നടക്കുക, ആ ഒരു പക്ഷേ ഒരു വിമർശനം ഇവർ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളത് പറയുമ്പോൾ അവർ നടത്തുന്ന പ്രതികരണത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. ഒരുവിധ പ്രതിപക്ഷ മാന്യത ബഹുമാനം ഒന്നുമില്ലാതെ പ്രതികരിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പ്ലേ ചെയ്ത് വെച്ചുതരാം, നിങ്ങളൊന്ന് കേൾക്ക്. ഞാൻ എൻ്റെ കുടുംബം വരാം, പരസ്യമായ ശാപപ്രാർത്ഥന ഞാൻ തയ്യാറാണ്. മുജാഹിദുകളിൽ ഒരാളും ജിന്നിനോട് സഹായം തേടിയ ഷിർക്കല്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് തെളിയിക്കാൻ പറ്റുമോ? മുജാഹിദുകളിൽ അത് ഈ അഹിമാരക്ക് മൊത്തത്തില് ഇപ്പൊ ഞാൻ അഹിമാരുടെ കൂട്ടത്തിൽ നമ്മളും പെടുമല്ലോ, സംഘടന ഇല്ലാത്തവര്. അവരെ പ്രതിനിധിച്ചുകൊണ്ട് ഞാൻ പറയാണ്, സാമ്പ്രാസ് പറഞ്ഞത് ഇത്തരം കള്ളനോട് മറുപടി പറയാനില്ല, നിലവാരമില്ലാത്തവരോട് മറുപടി ഞാൻ പറയുന്നു, ഞങ്ങളും ആ കൂട്ടത്തിൽ സംഘടന ഇല്ലാത്തവരാണ്. ഞങ്ങൾ പറയുന്നു, ഞങ്ങളിൽ ഒരാൾക്കും ജിന്നിനോട് സഹായം തേടിയ ഷിർക്കല്ല എന്ന വാദമില്ല. ഉണ്ട് എന്ന് പറയുന്ന കള്ളനായ സാലിസിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ ഗ്രൂപ്പിൽ കൊണ്ടുവരട്ടെ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ജമാൽ എന്ന ഖുറാഫി, KNM ഖുറാഫി, ദുബായിലിരുന്ന് വൃത്തികെട്ട വീഡിയോസ് ഈ ഗ്രൂപ്പിൽ വിടുന്ന ജമാൽ എന്ന KNM കാക്ക നിങ്ങൾ വെല്ലുവിളിക്കാണ്. സാലിസ് വാടാനപ്പള്ളി എന്ന പച്ചപ്പൊട്ടൻ കള്ള ഖദാബിനെ വെല്ലുവിളിക്കാണ് ഈ ഗ്രൂപ്പിൽ. ഞാൻ കുട്ടിവിട്ടു. ഈ ശാപപ്രാർത്ഥന ഞാൻ തയ്യാറാണ്. അപ്പോൾ കേട്ടല്ലോ, അതായത് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശബ്ദം കേൾക്കുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ആളെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളായിട്ട് ഇനി അത് പറയണ്ട. സ്വാഭാവികമായിട്ടും അതിൽ പ്രയോഗിച്ച വാക്കുകൾ ഞാൻ ഏതാണ് ഇവരെ കിതാബ് എന്നുള്ളതാണ് നമുക്ക് അതിന് മനസ്സിലാവാത്തത്. എല്ലാ വക്ത നിസ്കാരത്തിന് ശേഷവും ഖുർആൻ ഹദീസും ക്ലാസ്സും അതുപോലെ തന്നെ കിതാബ് തൗഹീദ് പഠനവും ഒക്കെ ഇങ്ങനെ സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ തർബീയത്ത് എന്ന് പറഞ്ഞ സാധനം തന്നെ അവരുടെ ജീവിതത്തിൽ തീണ്ടിയിട്ടില്ല എന്നുള്ളത് ഈ സാധനത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അതിൻ്റെ അടിയിൽ മൂപ്പര് കൊടുത്ത കമൻറ്റ് നോക്കിയേ. ഈ ഹനീഫ് കായക്കൊടിന്റെ പരിപാടിക്ക് താഴെ ഹനീഫ് കായക്കൊടിയുടെ ഒരു പ്രോഗ്രാം ഇട്ടപ്പോൾ അതിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് ഇട്ടേക്കണ വാചകമാണ് ഇപ്പോൾ നിങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. കണ്ടില്ലേ? എന്ത് വായിച്ച? കള്ളൻ ഹനീഫ, കള്ള ദജ്ജാൽ, കളവ് മറിയാൻ മടിയില്ലാത്ത ഡേഷൻ. എന്താണ് അതിന്റെ ഡേഷൻ എന്ന് പറയുമ്പോ ഭയങ്കര അങ്ങനെ ഉദ്ദേശിച്ചത് വിചാരിക്കാം. നമ്മൾ നല്ലതല്ലേ വിചാരിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഡേഷൻ വേറെ ഒന്നും ആയിരിക്കൂല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് കിട്ടേണ്ടത് ശരിക്കും കിട്ടുന്നില്ല എന്നുള്ള എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഒരു ആളുകളെ പറ്റിക്കാനാണോ ഈ കിതാബിന്റെ പേരൊക്കെ വിളിച്ചു പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആ മൂപ്പര് ഭാര്യനെ മക്കളായിട്ട് വരാന്നാണ് ആ ഭാര്യനെ മക്കളെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. ചെറിയൊരു കാര്യത്തിനൊക്കെ അവരെ കൊണ്ടുപോയി ശാപപ്രാർത്ഥനക്ക് അണിനിരത്താണല്ലോ മൂപ്പര് ഇപ്പൊ ചെയ്യാൻ പോണത്. മൂപ്പര് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണല്ല. എന്താണ് പറയണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാല് മുജാഹിദുകളിൽ ആരെങ്കിലും ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ കള്ള എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മുജാഹിദുകളിൽ ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, മുജാഹിദുകളിൽ ആരും പറഞ്ഞിട്ടില്ല. ഈ കണ്ട സംവാദം നടന്നപ്പോൾ ഒരു സ്ഥലത്ത് വ്യവസ്ഥ എഴുതുമ്പോൾ പിന്നെ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമോ ഭൗതികവുമായ ജിന്നുകളോടുള്ള പിന്നെ സഹായത്തേട്ടത്തിൽ ശിർക്കാകുന്നതും വസീലാകുന്നതും ഉണ്ട്, അതുകൊണ്ട് എല്ലാം ഹറാമാണ്. ശിർക്കല്ലാത്തതുണ്ട്. അതിന് സൂറത്ത് അന്നാം 128 ആയത്തോതി. അപ്പൊ മുജാഹിദുകളിൽ ആരുമില്ല ശിർക്ക് അല്ല എന്ന് പറഞ്ഞത് തെറ്റിന്. പിന്നെ അഖികളിലുണ്ടോ എന്നുള്ളതാണ്, അഖികൾ അങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അഖികൾ എന്ന് പറഞ്ഞാൽ ആരാ ഞാൻ ചോദിക്കുന്നത്. ഇത്രയും നമ്മ തിരിച്ച് ചോദിച്ചിട്ട് ഇവിടെ മുഹസിൻ ഇത് ജീവനോടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ അമ്രാസ് ഉണ്ട്, നായിഫ് ബിൻ ഖാലിദ എന്തൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇവരുടെ മുദരിസിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരെണ്ണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതാ ഞങ്ങൾ പറയുന്നു മനുഷ്യനെ സംബന്ധിച്ച് ഗൈബായ ജിന്നുകൾ, അദൃശ്യ ഭൗതികമായ ജിന്നുകൾ, അവയോടുള്ള എല്ലാ സഹായത്തേട്ടവും മുത്തലഖൻ ശിർക്കാണ് എന്ന് ഒരെണ്ണം പറയട്ടെ. അപ്പൊ ഈ സഹോദരന്റെ ഈ പ്രയാസം മാറി കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് പറയാം ശരിയാണ് അഹിൽക്കില്ലെന്ന്. അഹികൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ഈ പിന്നെ ഇന്നത്തെ അഹികൾ രൂപപ്പെടുന്നത് ജിന്നുകളോടുള്ള സഹായത്തേട്ടത്തിൽ ശിർക്കല്ലാത്ത ഒരു വകുപ്പുണ്ട് എന്ന വാദവുമായി കടന്നു വന്ന
കെ സക്കരിയ സുലായി, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കീഴിലാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വിസ്റ്റം എന്ന് പറയുന്നൊരു വിഭാഗത്തിൻ്റെ പൂർവ്വരൂപം ഉണ്ടാവുന്നത്. അങ്ങനെ അവർ വിസ്റ്റം എന്ന സംഘടന ഉണ്ടാക്കിയപ്പോൾ അത് ഒരു വർഷം എത്തുമ്പോഴത്തേനും പിളർന്നു. സക്കരിയ സലാഹി വേറെ ടീമായിട്ട് പോയി. ആ സക്കരിയ സലാഹിയുടെ ടീമിലേക്ക് സുബൈർ മങ്കടർ അവിടെ നിന്ന് പിണങ്ങി വന്നവരും വേറെ സ്ഥലത്തു നിന്ന് പിണങ്ങി വന്നവരൊക്കെ കൂടെ ചേർന്ന് ഉണ്ടായ ഒരു ടീമാണ് ഇന്ന് മുന്നണി. എന്നാലും അഖീൽ എന്ന് പറഞ്ഞതിന്റെ ഒരു രൂപീകരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണ്ടേ. അന്ന് വിസ്റ്റത്തിന്റെയും സക്കരിയ സലാഹിന്റെയും അസരിയാക്കളുടെയും വാദം എന്താണ്? ജിന്നോടുള്ള സഹായത്തായിട്ടും ശിർക്കല്ല, ശിർക്കാകുന്നുണ്ട്, ആകാത്തതുണ്ട് എന്നാണ് അവരുടെ വാദം. പിന്നെ ആ ടീമും സംബന്ധിച്ച് അവർക്ക് അങ്ങനെ വാദം ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അവർ പറയേണ്ടത് എന്താ? ഞങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളത് തിരുത്തിയിട്ടുണ്ട്. അതായത് മുമ്പ് ഞങ്ങളിൽപ്പെട്ട ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളത് തിരുത്തുന്നു, ശിർക്ക് തന്നെ. ഇനി ഒക്കെ പോട്ടെ, എല്ലാം പോട്ടെ. ഇനിയിപ്പോൾ പറയാൻ തയ്യാറുണ്ടോ? ഹംറാസ്, മുഹ്സിൻ, ഇപ്പോൾ ഹംറാസിന് മുഹ്സിനാണ് മൂപ്പര് പരാമർശിച്ചത്. ഹംറാസിനോട് നമുക്ക് ചില വിയോജിപ്പുണ്ട്. അപ്പോൾ അത് പിളർന്നിട്ടുണ്ട്. ഇത് കഷ്ണാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്നം പിളർന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അഖീൽ ചോദിക്കണത് അവരുടെ ഇപ്പോൾ ഈ ഹംറാസിൻ്റെ നമുക്ക് ചില വിയോജിപ്പുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് മനസ്സിലാക്കാം ഇവിടെ ഹംറാസ് മുഹ്സിൻ എന്തോ ഒരു ഇത് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഹദ്ദാദികൾ എന്നിട്ട് ഇവരിലൊരു വിഭാഗമുണ്ട്. അവരും മറ്റൊരു തമ്മിൽ പിന്നെ പൊരിഞ്ഞ പ്രശ്നമാണ്. ഇർജാന്റെ വിഷയം പറഞ്ഞിട്ട് പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ മൊത്തത്തിൽ ഈ ടീം ഒരു സംസാരത്തിൻ്റെ രീതി കണ്ടില്ലേ? കള്ളൻ എന്നെ വിളിച്ചോട്ടെ, കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒക്കെ പ്രായമോ അല്ലെങ്കിൽ എന്നേക്കാൾ മുതിരുന്നൊക്കെ ആളായിരിക്കും. പക്ഷെ ഒരു KJന്റെ സെക്രട്ടറി ഹനീഫ് കായക്കൂടി ഞാൻ എന്തെങ്കിലും വിയോജിപ്പുണ്ടായിക്കോട്ടെ, എത്ര വലിയ ഇതുണ്ടെങ്കിലും നമ്മൾ കള്ളൻ ഡേഷൻ എന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഷൻ ഭയങ്കര എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും കരുതുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കുമ്പോഴേ അവർ അനസ് മൗലവിനെ ഹംറാസ് എന്ത് ചെയ്ത് ഈ പച്ചക്കള്ളനായിട്ട് അനസ് മൗലവിനെ പറയണം പച്ചക്കള്ളൻ. അപ്പോൾ അത് ഹംറാസ് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഇവരെന്ത് തെറി വിളിച്ചാലും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇതൊക്കെ സലഫിയത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അസ്ലിയായ സലഫിയത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. എന്നാണല്ലോ ഇപ്പോൾ ഈ പറയുന്നത്. അല്ലെങ്കിൽ ഇവരെന്തിനാ ഈ വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും തെറി വിളിക്കണ്ടോ? ഹംറാസ് കള്ളൻ, മുഹ്സിൻ പിന്നെ കള്ളൻ എന്നൊക്കെ നമ്മൾ പറയണ്ട. നമ്മൾ പറഞ്ഞെന്താ? ഹംറാസിൻ്റെ വാദം ശരിയല്ല, അല്ലെങ്കിൽ ഹംറാസ് തുറന്ന് പറയട്ടെ, ഹംറാസ് ഒളിച്ച് കളിക്കുന്നു. ഇങ്ങനെ ഒരു ആശയപരമായിട്ടുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യങ്ങളിലെ ഇവർക്കത് ഏൽക്കുന്നുണ്ട്, ഇവരെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവണാണ്. പിന്നെ ഇവരെ സംബന്ധിച്ചിട്ട് വ്യാപകമായിട്ട് എല്ലാവരും ഉണ്ടാവണമെന്നില്ല, സാധുക്കളായ നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും. പക്ഷെ വ്യാപകമായിട്ട് ഇവരെ പറ്റിയിട്ടുള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പിന്നെ റഫ് ഗൈസ് എന്നാണ്. ആളുകളോട് ഇടപഴകുന്നതിലൊക്കെ വളരെ റഫാണ് അവർ. അതിലും ചിലപ്പോൾ സലഫിയത്ത് കാണുന്നുണ്ടാവും. ശരി, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, ആവശ്യമൊക്കെ പറയാം. നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. ഒരു സ്ഥലത്ത് പിന്നെ ഇവരുടെ ഒരു മർക്കസ് ഉണ്ട്. ആ മർക്കസിനെ കേന്ദ്രീകരിച്ച് ആ പ്രദേശത്ത് കുറേ ആൾക്കാർ പല നാട്ടിൽ നിന്ന് വന്ന് അറിയാം. അപ്പോൾ വിവിധ ഫ്ലാറ്റുകളിൽ നിന്ന് അവർ താമസിക്കുന്നത്. അപ്പോൾ ആ ഫ്ലാറ്റിൽ അവർ താമസിക്കുമ്പം അവിടെ തന്നെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ സുന്നികൾ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഈ സുന്നികൾ ഈ അഖീൽക്ക്, അവിടുത്തെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന അഖീൽക്ക് ഇട്ടിട്ടുള്ള പേര് കുക്കർ സെൽഫി എന്നാണ്. അപ്പോൾ എന്താ കുക്കർ സെൽഫി എന്ന് പേരിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ സാധാരണ ഭാര്യനെ തല്ലണ സുന്നികൾ കണ്ടിട്ടുണ്ട്, കെട്ടിയും പെണ്ണിനെ തല്ലണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഭാര്യനെ തല്ലലിൻ്റെ ഒരു മാസ്മരിക വേർഷൻ വേറെ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ മൂടി കൊണ്ട് നെട്ടല്ലാണ്. കുക്കറിൻ്റെ മൂടി എടുത്തിട്ട് പെണ്ണിനടിക്കുക. അപ്പോൾ അവർ പേരിട്ട് കുക്കർ സെൽഫി. ഞാൻ പറഞ്ഞത് ഇത് ഈ വക ആൾക്കാർ, അതായത് ചെറിയ പ്രശ്നം പെണ്ണിന് കുട്ടികളായിട്ട് വരാന്ന് ശാപപ്രാർത്ഥന, ഐസ്ക്രീം തിന്നാനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് വന്നില്ലെങ്കിൽ കുക്കറോട് അടി കിട്ടും. പറയാൻ പറ്റില്ല. നമുക്കൊരു ശാപപ്രാർത്ഥന കഴിക്കാൻ പറ്റില്ല, അപ്പൊ കുക്കറെടുത്ത് അടിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നത് ഇത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് അഹമ്മദും ധരിച്ചൊരു ഹദീസും ഇവർ ഈ കുപ്പായിട്ടിട്ട് കുക്കറുമുണ്ട് മൂടിയും പിടിച്ചിരിക്കുന്ന രംഗം ഞാൻ അങ്ങനെ എപ്പോഴും സങ്കല്പിക്കാറുണ്ട് മനസ്സിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഹമ്മദ് പറയാണ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിഷൻ വല മുത്തഫഹിഷൻ വല സഖാബൻ ഫിൽ അസ്വാഖ് വല യജ്സി ബിസ്സയ്യിഅതി സയ്യിഅ വലാകിൻ യഅഫു വയസ്ഫഹു. സലഫിയത്ത് അതാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഫാഹിഷായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അനാവശ്യ ചീത്തയായ വർത്താനം പറയുന്ന ആളായിരുന്നില്ല. വല മുത്തഫഹിഷൻ, അതുപോലെ തന്നെ ചീത്ത സ്വഭാവത്തിന് സംസാരത്തിൽ മുഴുവൻ ചീത്ത സ്വഭാവം, തെറ്റിയ തെറി വിളിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതായിരുന്നില്ല. വല സ്വഹാബൻ ഫിൽ അസ്വാഖ്, ചന്തയിൽ ബഹളം ഉണ്ടാക്കുന്ന ആളായിരുന്നില്ല. ഇതുപോലെ വാടാ നിന്നെ ഞാൻ പിന്നെ ശാപപ്രാർത്ഥനയ്ക്ക് വിളിക്കും, കള്ള ദജ്ജാലെ ഹിമാർ എന്ന് വിളിക്കുന്ന ആളായിരുന്നില്ല റസൂലുള്ളാഹി. വല യജ്ദി ബിസ്സയ്യിഅത്തി സയ്യിഅ, തിന്മക്ക് തിന്മ കൊണ്ട് പ്രതികാരം വീട്ടുന്ന ആളായിരുന്നില്ല. വലാക്കിൻ യഅഫു വയസ്ഫഹു, മറിച്ച് റസൂലുള്ളാഹി മാപ്പ് കൊടുക്കുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് ഇത്രയും മഹത്തര സ്വഭാവമാവാനും നമ്മൾ എല്ലാവരും കൊണ്ട് പറ്റണമെന്നില്ല. പക്ഷെ ഒരു ശകല കുക്കർ മൂടി നിലത്ത് വെച്ചൂടെ, അതൊക്കെ എല്ലാവർക്കും കൊണ്ട് പറ്റണില്ല. എന്നിട്ട് എന്താണെന്നറിയോ, ഇത് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, ഇങ്ങനെ കുക്കർ സെലഫി എന്നിവരെ വിളിക്കുന്നത് ഇവർ ഭയങ്കര റഫ് ഗൈസാണ്, സ്ത്രീ വിരുദ്ധരാണ് എന്നുള്ള ഇത് പറഞ്ഞപ്പോൾ അവിടെ ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു പയ്യൻ എന്നോട് എഴുന്നേറ്റ് ചോദിക്കാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഭാര്യനെ തല്ലുന്നത് ആക്ഷേപിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭാര്യനെ തല്ലുന്നത് ആക്ഷേപിച്ചത് ഞാൻ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഭാര്യയ്ക്ക് ഉത്തമനായവനാണ്, നിങ്ങൾ ഏറ്റവും നീചൻ ഭാര്യനോട് മോശമായി പെരുമാറുന്നത് എന്ന് പറഞ്ഞ ഹദീസൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പയ്യന് ഇവിടുത്തെ വശം തെളിവ് പറയാണ്, മുർലാൻ്റെ ഒരു ഇതുണ്ട്, നിങ്ങളുടെ ചാട്ട, അടിക്കുന്ന ചാട്ട ഭാര്യ മക്കളും കാണുന്ന വിധത്തിൽ വീട്ടിൽ തൂക്കിയിടട്ടെ ഹദീസ്. അപ്പം അതുകൊണ്ട് അത് ഒരു സലഫുകളുടെ നടപടിക്രമത്തിൽപ്പെട്ട ഭാര്യനെ തല്ലുന്നതേ എന്ന് വ്യാഖ്യാനിക്കുന്ന ഈ കുട്ടി മൂപ്പരടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, അവിടെ ഇരുന്നോട്ടെ, നമ്മളിപ്പോ ഒരു വടി അവിടെ വെച്ചിട്ട് അതിന് പകരമാണ് ഇവര് കുക്കറിന് മൂടി വെക്കണേ. മൂടി വെക്കാൻ കുഴപ്പമില്ല, കുക്കറിന്റെ മൂടി അവിടെ ചുമരിൽ വെക്കാനൊക്കെ പ്രശ്നം ഉണ്ടായില്ല. ഇത് പൂശാണ്, അടിക്കാനിട്ടത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതും നിങ്ങൾ നോക്കിക്കോ. എനിക്കറിയാം, അത് നമ്മളൊരു പ്രവർത്തകന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയ കേസല്ലേ. അതെ, നമുക്ക് കൂടുതൽ പറഞ്ഞാൽ പിന്നെ അത് അവർക്കൊരു വിഷമാവും. അതിനെ ഇത് ചിലപ്പോ സ്വപ്നമാണോ വെറുതെ പറഞ്ഞതൊക്കെ ചിലപ്പോ പറയേ. അത് സോറി, സ്ഥലത്ത് വന്നിട്ട് അന്വേഷിച്ചാൽ മതി. സ്ഥലത്ത് വന്ന് അന്വേഷിച്ചാൽ അറിയാം. അത് ആ സ്ഥലം ആവശ്യമുള്ളവർക്ക് നമ്മൾ പറഞ്ഞുതരാം, അവിടെ പോയിട്ടൊന്ന് അന്വേഷിച്ചാൽ മതി. അപ്പൊ ഇത് ഈ സലഫിയത്തും ഈ കുപ്പായും ദർസ് എടുക്കലും അഖീദത്തുൽ വാസ്തിയ വായിക്കലും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുണ്ടല്ലോ, ഒരു സോഫ്റ്റ് ആവും സ്വഭാവത്തിലെ സുന്നത്ത് എടുക്കുക. ഇവരെ ചലഞ്ച് ചെയ്യാവുന്നതിന് ഇവർ നീളം കുപ്പായിടാനും ബാക്കിയുള്ള ഭാവഹാദി സുന്നത്തിന്റെ ആശാന്മാരാണ്. സ്വഭാവത്തിന്റെ സുന്നത്തിലേക്ക് ഇവർ വരില്ല. ഒന്നും വിമർശിക്കുമ്പോഴത്തേനും വാടെ കള്ള, നിന്നെ ഞാൻ തെമ്മാടി, മറ്റേ ഉസ്താദ് വിളിക്കുന്നു തെറി, പച്ചക്കള്ളെന്നും മറ്റൊരു എക്കാവട്ടെ ഒക്കെ ഓരോ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന ആളുകളോ ആ സ്ഥലങ്ങളിലെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്നവരോ പണ്ഡിതന്മാരോ ആളുകളോ കാണല്ല. അപ്പോൾ അവർ തമ്മിലുള്ള ഡിബേറ്റുകളിൽ എന്തിനാണ് നേർക്കുനേരെ കള്ള വാട കള്ള എന്ന് വിളി. അത് മാത്രമല്ല പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത ആളെ വിളിക്കുന്ന വിളി കേട്ടാ കള്ള കേനം, കള്ള ഖുറാഫി, ദജ്ജാല്, ജമാല്, ഈ വൃത്തികെട്ടനെ ഞാൻ പറയുന്നത്. അയാളിപ്പോൾ എന്താ ചെയ്ത്, ജമാലിക്ക് ഇപ്പം എന്താ ചെയ്ത്, ഒരു ഗ്രൂപ്പിൽ പലരും അവരുടെ വാദങ്ങൾ പറഞ്ഞ് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും തെളിവിടുന്നു. അപ്പോൾ മറ്റവർക്ക് ശിർക്ക് ആരോപിച്ചും ഇവർക്ക് ബിദഅത്ത് ആരോപിച്ചിട്ടൊക്കെ തന്നെയല്ലേ ഇപ്പോൾ അതിൽ ചർച്ച നടക്കുന്നത്. അപ്പോൾ തെറിയൊന്നും വിളിക്കുന്നില്ലല്ലോ, ഇത് ആരോപിച്ച് നടക്കില്ല. അപ്പോൾ ഈ ശിർക്ക് ആരോപണത്തിൻ്റെ ശിർക്ക് എന്നത് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനിഫാക്കൂടിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനാണ് ഈ ജമാൽ ഖാനെ തെറി വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സലഫിയത്ത് എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ റസൂലുള്ള ഇല്ല, കുപ്പായത്തിൽ റസൂലുള്ള ഉണ്ട്, പെരുമാറ്റത്തിൽ റസൂലുള്ള ഇല്ല, താടിമ റസൂലുള്ള ഉണ്ട്, അതുപോലെ തന്നെ ഇടപാടിൽ റസൂലുള്ള ഇല്ല, പക്ഷെ മൈലാഞ്ചി ഇടനിൽ റസൂലുള്ള ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ അഹികൾ മനസ്സിലാക്കി, ഞാൻ ഈ സുന്നത്തിനെ നിസ്സാരാക്കില്ല. ഞാൻ നീളം കുപ്പായിട്ടുണ്ടോ, ഞാൻ വലിയ താടി വെച്ചോണ്ടോ, ഞാൻ താടി മൈലാഞ്ചി ഇട്ടുണ്ടോ, നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ടൊരു സുഖം കിട്ടുന്നത്? എനിക്ക് കൂലിയുണ്ട്, നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് സുഖം കിട്ടുന്നത്? ഞാൻ റസൂലുള്ളാഹിനെ ചിരിച്ച പോലെ നിങ്ങളോട് ചിരിക്കുമ്പോൾ, റസൂലുള്ള സോഫ്റ്റായി പെരുമാറിയ പോലെ നിങ്ങളോട് സോഫ്റ്റായി പെരുമാറുമ്പോൾ, റസൂലുള്ള വിട്ടുവീഴ്ച, മാപ്പ് കൊടുത്തത്, സ്നേഹിച്ചത്, ചീത്ത വിളിക്കാതിരുന്നത്, ഇതൊക്കെ ഞാൻ പാലിക്കുമ്പോഴല്ലേ നിങ്ങൾക്കൊരു സുഖമുള്ളൂ. അല്ലാണ്ട് ഞാനിങ്ങനെ താടിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടുന്നു? ഈ കുറച്ചൊരു സന്തോഷം കൊടുക്കുന്ന സുന്നത്ത് എടുത്തിട്ട് ആ കുക്കറിൻ്റെ മൂടി അത് മാറ്റി വെച്ചാളിന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളൂ. വേണമെങ്കിൽ പാലിച്ചോട്ടെ,
നമ്മളിത് കാര്യമാക്കണമൊന്നുമില്ല. ഇതിന്റെ അപ്പുറത്ത് ചെറിയ വിസ്റ്റത്തിന്റെ നമുക്ക് സ്ഥിരമായിട്ട് വിസ്റ്റം പ്രവർത്തനം കേൾക്കാറുണ്ട്. രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വിളിച്ചിട്ട് ഉമ്മാക്കും ഉപ്പാക്കൊക്കെ പച്ചക്ക് വിളിക്കുന്നുണ്ട്. ഒരിക്കൽ അങ്ങനെ വിളിച്ച് അമിതായപ്പോൾ ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അതറിഞ്ഞിട്ട് നമ്മളെ ചില പണ്ഡിതന്മാർ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ എന്ത് പരാതി കൊടുക്കാൻ മാത്രം ഇങ്ങനെ ഈ ഇഷ്യൂസിനൊക്കെ പരാതി കൊടുക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ ഈ ചെറിയ അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് കൊടുത്തു. റെക്കോർഡിങ് ഉണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ കേസ് കൊടുത്തിട്ട് എന്തായി വിടരുത് എന്ന് പറയുന്നത് അത്രയും ചെറിയ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നേശാൻ പോണില്ല. പക്ഷേ നമ്മൾ ചോദിക്കുന്ന ഇത്ര ഉള്ളൂ, നിങ്ങൾ ശിർക്ക് ആണെന്നാണോ നിങ്ങളുടെ വിശ്വാസം? എന്നാൽ മൂസിനോ ഹംറാസോ ഇത് പ്രഖ്യാപിക്കാം മുത്തലക്കൻ ശിർക്കാണ്, നമ്മളിത് അവസാനിപ്പിക്കും, ശിർക്കാരോപണം അവസാനിക്കും, ബാക്കിയുള്ള വിഷയം പിന്നെ വെക്കുള്ളൂ. അതല്ല, ഇത് പറയാതെ ഇങ്ങനെ ഒരു ഇഷ്ടം പണ്ട് കളിച്ച കളിയുണ്ടല്ലോ, ചോദിക്കുന്നത് ആരാണ്, ചോദിക്കണമെന്ന് പറഞ്ഞത് ആരാണ്, അതൊന്നല്ല, ചോദിച്ച ശിർക്കാണോ അല്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകുക, നേരെ ചൊവ്വേ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. ഇതൊരു സൊസൈറ്റീനെ ബാധിക്കുന്ന വിഷയമേ. ഇതിൽ ആൾ വരില്ലേ, ഇത് ആളുകൾക്ക് പ്രബോധനം എത്തിക്കല്ലേ. അപ്പോൾ ഈ ശിർക്കും കൂടെ അങ്ങോട്ട് കയറ്റി അയച്ചാൽ പിന്നെ തൗഹീദിൻ്റെ ആളുകൾക്ക് അതിൽ പ്രതിരോധിക്കാൻ തോന്നും. അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല.